നമസ്കാരം. വെളിച്ചെണ്ണ, സത്യത്തിൽ ഈ വെളിച്ചെണ്ണ അപകടകാരിയാണോ? എന്താണ് വെളിച്ചെണ്ണയെ അപകടകാരിയാക്കുന്നത്? ഈ വെളിച്ചെണ്ണയെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള ബിസിനസ് തന്ത്രം എന്താണ്? അപ്പോൾ വെളിച്ചെണ്ണയെ സംബന്ധിക്കുന്ന കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വെളിച്ചെണ്ണയും അതിൻ്റെ ഉപയോഗങ്ങളെയും പറ്റിയാണ്. സത്യത്തിൽ ഈ വെളിച്ചെണ്ണ അപകടകാരിയാണോ? എങ്ങനെയാണ് വെളിച്ചെണ്ണ അപകടകാരിയാകുന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. നേരത്തെ ഞാൻ തെങ്ങിൻ്റെയും തേങ്ങയുടെയുമൊക്കെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വെളിച്ചെണ്ണയുടെ ഗുണഗണങ്ങൾ കൂടി പറയാനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തതിനാൽ പിന്നീടൊരു ദിവസം ഞാൻ വെളിച്ചെണ്ണയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. ആരോഗ്യകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പിനാൽ സമ്പന്നമാണ്. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉൾക്കൊണ്ടിരിക്കുന്നു. കുറഞ്ഞ ചൂടിൽ പാചകം ചെയ്യാൻ ഒലിവ് ഓയിൽ ഏറെ നല്ലതാണ്. ഒലിവ് ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒലിവ് ഓയിലിന് നല്ല വിലയുള്ളതാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒലിവ് ഓയിൽ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യപ്രദമാണ്. ആരോഗ്യകരമായ ഓയിലുകളുടെ കൂട്ടത്തിൽ പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓയിലാണ് അവക്കാഡോ ഓയിൽ. ഇതിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഓയിലുകളുടെ കൂട്ടത്തിലെടുക്കാവുന്ന പാചക എണ്ണയാണ് വെളിച്ചെണ്ണ. മിതമായ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ആരോഗ്യപ്രദമാണ്. വെളിച്ചെണ്ണ ഒരു നല്ല ആയുർവേദ ഔഷധം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായി പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് വെണ്ണ ഉരുക്കിയ നെയ്യ്. നമുക്കറിയാം, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാം പാചകത്തിന് ഒന്നും നെയ്യ് ഉപയോഗിക്കാറില്ലെങ്കിലും വെണ്ണ ഉരുക്കിയെടുത്ത നെയ്യ് ആരോഗ്യപ്രദമാണ്. ഇതിൽ സംയോജിത ലിനോലിറ്റിക് ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു. ഈ ലിനോലിറ്റിക് ആസിഡ് ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. മൊത്തത്തിൽ ഹൃദയാരോഗ്യത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. മീനെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് പാചകത്തിന് നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡിനാൽ സമ്പന്നമായതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയം, വൃക്ക, ലിവർ ഇവയുടെ ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡിനാൽ സമ്പന്നമായ മീനെണ്ണ സാൽമൺ, മത്തി, അയല എന്നിവയിൽ നിന്നും എടുക്കുന്ന മീനെണ്ണ ഗുളിക രൂപത്തിലും ക്യാപ്സ്യൂൾ രൂപത്തിലും ഫാർമസികളിൽ നിന്നുമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളാണ് 7 C's. ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശത്തോടുകൂടി ഇത് മേടിച്ച് കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ലിവറിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഉത്തമമാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഓയിലാണ് ഫ്ലാക്സീഡ് ഓയിൽ, അതായത് പരുത്തിക്കുരു ആട്ടിയെടുക്കുന്ന എണ്ണ. ഇതും ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ്. മായം ചേർക്കാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ആരോഗ്യപ്രദമാണ്. ഇതിൽ ഒന്നുകൂടി ഉപകാരപ്രദം വിർജിൻ കോക്കനട്ട് ഓയിലാണ്, അതായത് നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ച് വെന്ത വെളിച്ചെണ്ണ. വിർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് 2 തരത്തിൽ നിർമ്മിക്കാം. തേങ്ങാപ്പാൽ ചൂടാക്കി വറ്റിച്ച് അതിൽ നിന്നും നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതുപോലെ കോൾഡ് സപ്രസ് രീതിയിലും നമുക്ക് വിർജിൻ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ തേങ്ങയുടെ മാംസം ചെറുതായി ചീകിയെടുത്ത് അതിലെ ഈർപ്പത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് അത് ഇങ്ങനെ ഉണക്കിയെടുത്ത തേങ്ങ ചീളുകൾ കോൾഡ് പ്രസ്സിംഗ് മെഷീനിലേക്ക് ഇട്ട് ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അതിലെ എണ്ണ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് കോൾഡ് പ്രസ്സിംഗ് കോക്കനട്ട് ഓയിൽ.
ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച് അതിൽ എണ്ണ വേർതിരിച്ചെടുക്കുന്നു. അത് ഫിൽറ്റർ ചെയ്തും വിർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മിക്കാം. ഇങ്ങനെ എടുക്കുന്ന വിർജിൻ കോക്കനട്ട് ഓയിലിൽ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കുന്നു. എന്തു തന്നെയായാലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇടത്തരം ചെയിൻ ട്രൈഗ്ലിസറൈഡുകളാൽ സമ്പന്നമാണ്. ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നു. ഇത് വേഗത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ഊർജ്ജമാക്കി മാറുകയും ചെയ്യുന്നു. മാനസികമായ വ്യക്തതയും ശ്രദ്ധയും നൽകുന്നു. കൊഴുപ്പ് കുറയ്ക്കുന്നു. കുടലിൻ്റെ ആരോഗ്യത്തെയും മൈക്രോബയോ ബാലൻസിനെയും പിന്തുണയ്ക്കുന്നു. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ അപകടകരമായ ട്രൈഗ്ലിസറൈഡുകളുടെയും LDL കൊളസ്ട്രോളിനെയും കുറയ്ക്കുന്നു. അങ്ങനെ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. അൽസിമേഴ്സ്, പാർക്കിൻസൺ, അപസ്മാരം എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു. രോഗം ഉണ്ടായിട്ടുള്ളവർക്ക് അതിൻ്റെ ലക്ഷണം കുറയ്ക്കാനായിട്ടും ഈ വെളിച്ചെണ്ണ സഹായിക്കുന്നു. മലബന്ധ പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്നവർ കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ വിർജിൻ കോക്കനട്ട് ഓയിൽ വെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് നല്ലതാണ്. വിർജിൻ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ ലിവറിലേക്ക് ഡയറക്റ്റ് കടന്ന് അത് അവിടെ നിന്ന് എനർജിയായിട്ട് മാറ്റപ്പെടുന്നു. മുടിയുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന ഔഷധങ്ങളിലും മോയ്സ്ചറൈസിങ് ക്രീമുകളിലുമൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് വരുന്നു. അതുപോലെ നല്ലെണ്ണ, അതായത് എള്ള് ആട്ടിയെടുക്കുന്ന എണ്ണ, കടുകെണ്ണ, ഇതെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനുമൊക്കെ ഉത്തമമാണ്. പക്ഷേ നമ്മൾ സ്വയം എള്ള് ആട്ടിയെടുക്കുന്ന എണ്ണ മാത്രമേ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റൂ. ഇതിൻ്റെയൊക്കെ സ്മോക്കിംഗ് പോയിൻറ്റും തിളനിലയും വെളിച്ചെണ്ണ അപേക്ഷിച്ച് കൂടുതലാണ്. എണ്ണ കരിഞ്ഞു പോകാതെ വറുക്കാനും പൊരിക്കാനും ഇതുമൂലം സാധിക്കും. എങ്കിലും ഇതിനകത്ത് അപകടകരമായിട്ടുള്ള സിന്തറ്റിക് ഓയിലുകളും ഹൈഡ്രജനിക് ഓയിലുകളുമൊക്കെ ചേർത്ത് വന്നാൽ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും തരംതിരിച്ചറിയാനായിട്ട് പ്രയാസമായി വരും. എല്ലാ എണ്ണകളുടെയും നല്ല ഫ്ലേവറുകൾ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലേവർ ചേർത്ത് വന്നാൽ ഒരുമാതിരി കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ ബദാം എണ്ണ, നിലക്കടല എണ്ണ, കശുവണ്ടി എണ്ണ, ഇങ്ങനെയൊക്കെയുള്ള എണ്ണകളെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. കൂടാതെ ഗ്രേപ്പ് സീഡ് എണ്ണ, മത്തങ്ങ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ, കുങ്കുമപ്പൂവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണകൾ, ഇതെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്, പോഷകപ്രദമാണ്. പക്ഷേ വളരെ വിലപ്പെട്ടതും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയുള്ളതുമാണ്. മായം ചേർക്കാതെ ലഭിച്ചാൽ അത് ആരോഗ്യത്തിന് ഹാനികരമല്ല. തവിട് ഓയിലും വളരെ ആരോഗ്യപ്രദമാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റൊക്കെ വളരെ ഉയർന്നതും വെളിച്ചെണ്ണയേക്കാൾ വില കുറച്ച് മാർക്കറ്റിൽ നിന്നും വാങ്ങുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മായത്തിൻ്റെ സാന്നിധ്യം വലുതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓയിലിൽ അടങ്ങിയിരിക്കുന്ന മായം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ആരോഗ്യത്തിന് അപകടകരവുമാണ്. സൂര്യകാന്തി ഓയിലും സംശുദ്ധമായ രീതിയിൽ ലഭിച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ വളരെ ഉള്ളതാണ്. എന്നാൽ ഇതിലൊക്കെ മായം കലർന്നു വരാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പല സസ്യ എണ്ണകളുമുണ്ട്. ഭാഗികമായി ഹൈഡ്രജൻ എണ്ണകൾ, അതായത് ട്രാൻസ് ഫാറ്റുകൾ. സോയാബീൻ ഓയിൽ, ഇതിലൊക്കെ omega-6 ഫാറ്റി ആസിഡുകൾ കൂടുതലാണ്. കോൺ ഓയിൽ, ഇതിലും omega-6 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു. omega-6 ഫാറ്റി ആസിഡുകൾ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ്. ഇതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. വീക്കം, സന്ധിവാതം, ആസ്മ, രോഗപ്രതിരോധ ശേഷിയില്ലായ്മ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം മോശമാകുക, ഹൃദയാഘാതം, ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കൊക്കെ ഇത് ഇടയാക്കും. എന്നാൽ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് പ്രയോജനം ചെയ്യുന്ന വെളിച്ചെണ്ണയുടെ വിപണനവും പ്രശസ്തിയും ഗുണനിലവാരവും ഒക്കെ കുറയ്ക്കുന്നതിന് പല ബിസിനസ് ലോബികളുടെയും പ്രവർത്തനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. വെജിറ്റബിൾ ഓയിൽ വ്യവസായം, സോയാബീൻസ്, ചോളം, കനോല ഓയിൽ തുടങ്ങിയിട്ടുള്ള സസ്യ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രശസ്തി കൂട്ടാനും വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും വെളിച്ചെണ്ണയെ പറ്റിയുള്ള നെഗറ്റീവ് ആർഗ്യുമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവേഷണത്തിനെ പ്രോത്സാഹിപ്പിച്ചും വെളിച്ചെണ്ണയുടെ വിപണനത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. മറ്റ് ചില സംഭവങ്ങളും പറയപ്പെടുന്നു. ചില ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം വെളിച്ചെണ്ണയുടെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെ അവരുടെ ബിസിനസ്സിനുള്ള ഭീഷണിയായിട്ട് കരുതിയിട്ട് വെളിച്ചെണ്ണയെപ്പറ്റിയുള്ള തെറ്റായ ധാരണകൾ ജനങ്ങളുടെ ഇടയിൽ വരുത്താനായിട്ട് ശ്രമിച്ചു. ചില വൻകിട രാഷ്ട്രങ്ങളുടെ ധാന്യം, വിത്ത്, എണ്ണ ഉൽപ്പാദകർ അവരുടെ എണ്ണ ഉൽപ്പാദന സംഘടനകൾ
അവരുടെ ബിസിനസ് പരമായ നേട്ടങ്ങൾക്കു വേണ്ടി വെളിച്ചെണ്ണയെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ മെനഞ്ഞുവിട്ടു. വെളിച്ചെണ്ണയെ രോഗാതുരങ്ങളായ എണ്ണയാക്കി തീർക്കുന്ന വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന മായങ്ങളും മറ്റ് രാസപ്രക്രിയകളുമൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണയിൽ പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു മായമാണ് പാം ഓയിൽ. ഈന്തപ്പന പോലെ തോന്നിക്കുന്ന എലൈസ് ഗിനിൻസ് എന്ന ഗണത്തിൽപ്പെട്ട സസ്യത്തിൻ്റെ ഫലത്തിൽ നിന്നും എടുക്കുന്ന എണ്ണയാണ് പാം ഓയിൽ. വറുക്കുന്നതിനും പൊരിക്കുന്നതിനും ഉയർന്ന സ്മോക്ക് പോയിൻ്റുള്ള, അതായത് 420 ഫാരൻഹീറ്റും 220 ഡിഗ്രി സെൽഷ്യസുമൊക്കെ തിളനിലയുള്ള ഒരു ഓയിലാണ് ഈ പാം ഓയിൽ. ഇതിൽ വിറ്റാമിൻ ഇ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയാൽ സമ്പന്നമാണ്. ഇതിൽ ഉയർന്ന പൂരിത കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. അമിതമായ ഉപയോഗം ഹൃദയ സംബന്ധമായ രോഗത്തിന് കാരണമാകും. വെളിച്ചെണ്ണയേക്കാൾ വിലക്കുറവുള്ളതുകൊണ്ടും വറുക്കാനും പൊരിക്കാനുമായിട്ട് വെളിച്ചെണ്ണയുടെ തിളനില കൂട്ടാനും വറുക്കാനും പൊരിക്കാനും എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ശരിക്ക് മൊരിച്ച് ക്രിസ്പി മോഡലിലാക്കാനും രുചി വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ പാം ഓയിൽ വെളിച്ചെണ്ണയിൽ ചേർക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ സസ്യ എണ്ണകൾ, സോയാബീൻ, കനോല, സൂര്യകാന്തി എന്നീ ഓയിലുകൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് വരാറുണ്ട്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ മാർക്കറ്റിംഗ് ലഭിക്കാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഓയിലുകൾ ചേർക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കനോല, സോയാബീൻ തുടങ്ങിയ എണ്ണകളിൽ ഒമേഗ 6 ഫാറ്റി ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പാണ്. ഇത്തരം കെമിക്കലുകൾ ചേർത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ, ഹൃദയാഘാതം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാക്കുന്നു. വെളിച്ചെണ്ണ കേടാകാതെ കൂടുതൽ സമയം ഇരിക്കുന്ന പാക്കേജ് സംവിധാനം ഉറപ്പാക്കാനും വെളിച്ചെണ്ണയുടെ തിളനില കൂട്ടാനും വിലക്കുറവിൽ മാർക്കറ്റിംഗ് പിടിച്ചു പറ്റാനുമുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിൽ ചേർത്ത് വരുന്നു എന്ന് പറയപ്പെടുന്ന മറ്റൊരു മായമാണ് മിനറൽ ഓയിൽസ്. പെട്രോളിയം, ഡീസൽ തുടങ്ങിയവയൊക്കെ വേർതിരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിറമില്ലാത്തതും മണമില്ലാത്തതും വഴുവഴുപ്പുള്ളതുമായ ഒരു പദാർത്ഥമാണ് പാരഫിൻ, അതായത് മിനറൽ ഓയിൽ. ഇതിൽ ലൈറ്റ് മിനറൽ ഓയിൽ, ഹെവി മിനറൽ ഓയിൽ എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. ഹെവി മിനറൽ ഓയിൽ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയും ലൈറ്റ് മിനറൽ ഓയിൽ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ വെളിച്ചെണ്ണയേക്കാൾ വിലക്കുറവായതിനാൽ മായം ചേർക്കുന്ന ആൾക്കാർ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ചേർത്ത് വിൽക്കപ്പെടാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓയിൽസ് ചേർക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ, ലിവർ ഡാമേജ്, ഹൃദ്രോഗം, സ്ട്രോക്ക്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു അപകടകരമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ചേർത്ത് വരാനുള്ള ഒരു വെളിച്ചെണ്ണയാണ് ഹൈഡ്രജനേറ്റഡ് വെളിച്ചെണ്ണ. അതായത് അപൂരിത ഫാറ്റി ആസിഡുകളെ പൂരിത ആസിഡുകളാക്കി മാറ്റുന്ന ഹൈഡ്രജനെ വിധേയമാക്കിയ വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാനും പാചകം ചെയ്യുന്നതിനും ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ലഭിക്കാനും പൊരിക്കലും വറക്കലുമൊക്കെ ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടുതൽ ക്രിസ്പി ആയിരിക്കാനും മുരിക്കാനുമൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വെളിച്ചെണ്ണയുടെ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ചെയിൻ ട്രൈഗ്ലിസറൈഡുകളുടെ പ്രവർത്തനം ഇല്ലാതാക്കുകയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും വിറ്റാമിനുകളുടെയും അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കുടലിൻ്റെ അനാരോഗ്യത്തിനും ക്യാൻസർ സാധ്യതയ്ക്കുമൊക്കെ കാരണങ്ങളാകും. അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും ഇത് വഴിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ വെളിച്ചെണ്ണയിൽ ചില തരം താണ കമ്പനിക്കാരും പ്രവർത്തകരുമൊക്കെ പന്നിക്കൊഴുപ്പ്, മൃഗക്കൊഴുപ്പുകളൊക്കെ ചേർത്ത് മാർക്കറ്റിൽ വിൽപ്പന നടത്താറുണ്ട് എന്ന് കേൾക്കാറുണ്ട്. വെളിച്ചെണ്ണ കുറഞ്ഞ വിലയിൽ വിറ്റുകൊണ്ട് മാർക്കറ്റിംഗ് പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ആരോഗ്യത്തെ പരിഗണിക്കാതെ എല്ലാം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിൽ. വലിയ ആരോഗ്യ പ്രശ്നങ്ങളും സ്ട്രോക്ക്, കൊളസ്ട്രോൾ, ഹൃദയസ്തംഭനം തുടങ്ങിയ രോഗങ്ങളിലേക്കൊക്കെ വീഴാനുമൊക്കെ ഇത് ഇടയാക്കുന്നു. ഈ അടുത്ത സമയങ്ങളിൽ വാട്സപ്പിലൂടെയൊക്കെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാനിടയായത്
വെളിച്ചെണ്ണയിൽ സിന്തറ്റിക് ഓയിൽ ചേർത്ത് വരുന്നു. ഇത് എഞ്ചിനുകളുടെയും മെറ്റലുകളുടെയും ലൂബ്രിക്കേഷന് വേണ്ടി മനുഷ്യർ കൃത്രിമമായി നിർമ്മിക്കുന്ന ഓയിലുകളാണ് സിന്തറ്റിക് ഓയിൽ, അതായത് എഞ്ചിൻ ഓയിൽ. ഇത് വാഹനങ്ങളിൽ നിന്നും ഒക്കെ ഊറ്റിയെടുക്കുന്ന പഴയ എഞ്ചിൻ ഓയിൽ അത് ചില രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി മണവും ഗന്ധവും ഒന്നുമില്ലാത്ത തരത്തിൽ വെളുപ്പിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയെപ്പോലെ ഇരിക്കുന്ന മറ്റൊരു പദാർത്ഥമാക്കുന്നു. ഇത് വെളിച്ചെണ്ണയിൽ ചേർത്ത് ചില നാലാംകിട കമ്പനിക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തെ പരിഗണിക്കാതെ ലാഭം മാത്രം നോക്കുന്ന ചില തരംതാണ കമ്പനികൾ ചിപ്സും മറ്റ് ധാന്യങ്ങളുമൊക്കെ വറുത്തും പൊരിച്ചുമൊക്കെ പാക്ക് ചെയ്ത് വിടുന്ന ചില കമ്പനികൾ വളരെ അപകടകരമായിട്ടുള്ള ലോഹങ്ങളുടെ സാന്നിധ്യമുള്ള ഇത്തരം കൃത്രിമം ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് നിർമ്മിക്കുന്ന ആഹാരം മേടിച്ച് കഴിക്കുന്നതും കുറിക്കുന്നതും അതിദാരുണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. സിന്തറ്റിക് ഓയിലിൻ്റെ തിളനില 600 ഫാരൻഹീറ്റാണ്. ഇത്രയും വലിയ താപത്തിലൊക്കെ ചിപ്സ് മരിച്ചെടുക്കാനും രുചി കൂട്ടാനും ഇങ്ങനെയൊക്കെയുള്ള ഓയിലുകൾ പാട്ടക്കണക്കിന് മേടിച്ച് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ വളരെ രഹസ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് വാർത്തകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. നല്ല ഒരു ജനസമൂഹത്തെ രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിലാക്കി കോടികൾ സമ്പാദിച്ചു കൂട്ടാനായി ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളും വൻകിട ആശുപത്രി സമുച്ചയങ്ങളും പരോക്ഷമായിട്ട് പോലും മൗനാനുവാദം നൽകുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ മായം ചേർക്കാത്ത വിർജിൻ കോക്കനട്ട് ഓയിൽ ആരോഗ്യപ്രദമാണ്. വെളിച്ചെണ്ണയുടെയും എണ്ണയുടെയും ഉപയോഗം മനുഷ്യരെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്ന കൂടുതൽ ഘടകങ്ങൾ അതിൽ ചേർക്കുന്ന ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള മായങ്ങളാണ്. ഇനി അടുത്തതായിട്ട് വിവിധ പാചക എണ്ണകളുടെയും മറ്റ് പല എണ്ണകളുടെയും ഓയിലുകളുടെയും സ്മോക്കിംഗ് പോയിൻറ്റും തിളനിലയും നമുക്ക് ഒന്ന് നോക്കാം. വെളിച്ചെണ്ണയുടെ തിളനില 350 ഫാരൻഹീറ്റാണ്, അതായത് 177 ഡിഗ്രി സെൽഷ്യസ്. ഒലിവ് ഓയിലിൻ്റെ തിളനില 420 ഫാരൻഹീറ്റാണ്, അതായത് 220 ഡിഗ്രി സെൽഷ്യസ്. വെണ്ണ ഉരുക്കിയ നെയ്യിൻ്റെ തിളനില 485 ഫാരൻഹീറ്റാണ്, അതായത് 252 ഡിഗ്രി സെൽഷ്യസ്. അവക്കാഡോ ഓയിലിൻ്റെ തിളനില 520 ഫാരൻഹീറ്റാണ്, അതായത് 271 ഡിഗ്രി സെൽഷ്യസ്. നല്ലെണ്ണയുടെ തിളനില 410 ഫാരൻഹീറ്റാണ്, അതായത് 215 ഡിഗ്രി സെൽഷ്യസ്. മോട്ടോർ ഓയിലിൻ്റെ തിളനില, അതായത് സിന്തറ്റിക് ഓയിലിൻ്റെ തിളനില 600 ഫാരൻഹീറ്റാണ്. ഒരു പ്രാവശ്യം വറക്കാനും പൊരിക്കാനും ഉപയോഗിച്ച എണ്ണ 2 അതിലധികമോ പ്രാവശ്യം വീണ്ടും ഉപയോഗിക്കുന്നത് അപകടമാണ്. പല ആവർത്തി എണ്ണ ചൂടാക്കുമ്പോൾ അതിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടുകയും ദോഷകരമായ സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് വഴിവെക്കുകയും ചെയ്യും. പോയിസണായിട്ട് മാറുന്ന ആ എണ്ണയിൽ വീണ്ടും വറക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നത് പല സിവിയർ രോഗത്തിനും കാരണമാകുന്നു. ഇത് ഫലമായിട്ട് ഉണ്ടാകുന്ന പോളിസൈക്ലിനിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളും ഹെറ്ററോസൈക്ലിക് അമീനുകളും സീരിയസ് ആയിട്ടുള്ള അർബുദ രോഗങ്ങൾക്ക് കാരണമാക്കുന്നു. ഹൃദ്രോഗം, ന്യൂറോളജിക്കൽ ക്ഷതം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. 1-2 പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ആ ഓയിൽ പുറത്തു കളയുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കുന്ന വിർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ 2-3 തവണ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വന്തമായിട്ട് തേങ്ങ ഉണക്കിയെടുത്ത് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കാം. തേങ്ങ ആട്ടി വെളിച്ചെണ്ണ വിൽക്കുന്ന മില്ലുകളിൽ നിന്ന് മായമില്ലാത്ത വെളിച്ചെണ്ണ നമുക്ക് മേടിക്കാം. വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ വില കുറവുള്ള വെളിച്ചെണ്ണ നോക്കി മേടിക്കാതിരിക്കുക. വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ നല്ല നിലവാരമുള്ള കമ്പനിയുടെ വെളിച്ചെണ്ണ മേടിക്കുക. ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ തിരഞ്ഞെടുത്ത് മേടിക്കുക. വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ അതിൻ്റെ ഫയർ ഗ്രേഡ്, ഇക്കോസേർട്ട് എന്നിവ പരിശോധിക്കുക. വെളിച്ചെണ്ണയിൽ മായം ചേർക്കാൻ പേരുകേട്ട രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ വെളിച്ചെണ്ണയെപ്പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.